നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് അടുത്ത കുരുക്ക്. അനവധി തവണ മാറ്റിവെക്കപ്പെട്ട SNC ലാവ്ലിൻ കേസ് അന്തിമവാദം കേൾക്കാനായി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 2017 തന്നെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ച ഹൈക്കോടതി വിധിക്കെതിരായ അന്തിമവാദമാണ് സുപ്രീം കോടതിയിൽ ഇന്ന് തുടങ്ങുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹൈക്കോടതി വിധിയിൽ പിണറായിക്കെതിരെയാണ് തീരുമാനമുണ്ടാകുന്നതെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയ ദോഷം തന്നെ ചെയ്യും. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ട് എന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കേസ് 8 വർഷത്തിനിടെ സുപ്രീം കോടതിയുടെ 4 ബെഞ്ചുകളിലായി 30-ലധികം തവണ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് കോടതി കേസ് പരിഗണിച്ചത്. 1996-നും 98-നും ഇടയിൽ പിണറായി വിജയൻ അന്നത്തെ EK നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരിക്കെ 3 ജലവൈദ്യുത പദ്ധതികളായ ചെങ്കുളം, പള്ളിവാസൽ, പന്നിയാർ എന്നിവയും നവീകരണത്തിന് കാനഡയിലെ കമ്പനിയായ SNC ലാവ്ലിൻ കരാർ നൽകിയതായാണ് കേസ്. ഈ കരാറിലൂടെ ഖജനാവിന് ഏതാണ്ട് 83 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും അനവധി ദുരൂഹതകൾ ഇപ്പോഴും SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി അനവധി തവണയാണ് കേസ് മാറ്റിവെക്കപ്പെട്ടത്. ഇത് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടി സമയം കൂട്ടി നൽകുന്നതാണ് എന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരോപണം ഉയരാൻ കാരണമായിരുന്നു. കൂടാതെ പിണറായി വിജയന് SNC ലാവ്ലിൻ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആണെന്ന വെളിപ്പെടുത്തലുമായി PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു. CMRL കേസിൽ ഇപ്പോൾ പിണറായിയുടെ മകൾ വീണ വിജയൻ ഇപ്പോൾ അന്വേഷണം നേരിടുന്നതും ഷോൺ നൽകിയ പരാതിയുടെ പേരിലാണ്. SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയത് മുൻ ആദായ നികുതി ഉദ്യോഗസ്ഥന് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടെന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. SNC ലാവ്ലിൻ വിഷയത്തിൽ IT വകുപ്പിന്റെ അന്വേഷണത്തിൽ 2008-ൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മുൻ അഡീഷണൽ ഡയറക്ടർ ഇപ്പോൾ വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്പെഷ്യൽ ഓഫീസറാണെന്ന് ഷോൺ ജോർജ് ഒരു പത്രസമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത്. ഇത്തരം ദുരൂഹതകൾ തുടരുമ്പോൾ രഹസ്യങ്ങളും ചുരുളഴിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.